ഐഡിയ സ്റ്റാർ സിംഗർ മുതൽ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്. അത് സമപ്രായക്കാരുണ്ടാവും, ചെറുപ്പക്കാരുണ്ടാവും, മുതിർന്നവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരുപാട് വർഷം ഫോളോ ചെയ്തിട്ടുള്ള ശരിക്കുള്ള നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇടയ്ക്ക് കൊഴിഞ്ഞു പോകാത്തവർ. അവരൊക്കെ ചിലപ്പോൾ നമ്മൾ നിരന്തരമായി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും, ചിലപ്പോൾ കോൺടാക്ട്സ് അങ്ങനെ തന്നെ തുടരാൻ ശ്രമിക്കും. അങ്ങനെയുള്ള കുറേ പേര് ഉണ്ടാവില്ലേ ഓർത്തെടുക്കാൻ പറ്റുന്നത്? ഇപ്പൊ ചിത്ര ചേച്ചിക്കൊക്കെ ആണെങ്കിലും ഒരുപാട് ഫാൻസ്, ഇങ്ങനെ പലതരത്തിലുള്ള ഫാൻസ്, എക്സ്ട്രീം ലെവലിൽ അവരുടെ ഇമോഷൻസ് വരെ കാണിക്കുന്ന ഫാൻസ് ഉണ്ട്. അവരെ കുറിച്ച് പറയും. ശരിക്കും ഞാൻ ചെറുതിലെ ഏഷ്യാനെറ്റിലെ വോയിസ് ഓഫ് ദ വീക്ക് എന്ന് പറയും, കുഞ്ഞിലെ തന്നെ ചാനലിലൊക്കെ ഇങ്ങനെ പങ്കെടുക്കുമായിരുന്നു. അപ്പം അന്ന് എനിക്ക് ചെന്നൈയിൽ നിന്നൊരു ചേച്ചി ഉണ്ട്, ശ്രീരഞ്ജിനി എന്ന് പറഞ്ഞിട്ട്. ആ ചേച്ചി ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. അപ്പം എനിക്കത് ആദ്യമായിട്ട് വിളിക്കുകയും ഒരു പ്രോത്സാഹനമൊക്കെ തന്ന അപ്പം നമ്മൾ ഇപ്പോഴും ഓർക്കും. വീട്ടിലായാലും ഉമ്മയ്ക്കായാലും എല്ലാവർക്കും അറിയാം. അതുപോലെ സ്റ്റാർ സിംഗറൊക്കെ തുടങ്ങിയിട്ട് ഒരു പരിചയം, അതായത് പാട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ ഭയങ്കര സുഹൃത്തായിട്ടുള്ളൊരു ചേട്ടനുണ്ട്, രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു രഞ്ജിത്ത് ചേട്ടൻ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോ സമയത്തിങ്ങനെ നമ്മുടെ മനസ്സിൽ ഇതാണ് കയറി പറ്റിയിട്ടുണ്ട്. അങ്ങനെ അത് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അവരൊക്കെ പാട്ടിന് ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ നമ്മളെ കൂടെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. പാട്ട് മാത്രമല്ല, അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പാട്ടിൽ അല്ലെങ്കിൽ ഫെയിം ഇഷ്ടപ്പെട്ട് വരുന്നവരുണ്ട് കുറെ പേര്, അല്ലെങ്കിൽ അത് മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ അത് എനിക്ക് അത്ര അത് ഇഷ്ടമാണ്. എന്നാലും എൻ്റെ മനസ്സിൽ ഞാൻ കൂടുതൽ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നെ കൂടെ പാട്ടുണ്ട് എന്നാൽ പോലും നമ്മളെ കൂടെ മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ കുറച്ചുകൂടെ അടുപ്പം കൂടുതൽ തോന്നാറുണ്ട്.